നമസ്കാരം. ഇനി വരാൻ പോകുന്നത് പരീക്ഷാകാലമാണ്. കുട്ടികളെ സംബന്ധിച്ച് മാനസിക സമ്മർദ്ദത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒക്കെ സമയമാണ്. CBSE അതുപോലെ തന്നെ സംസ്ഥാന സിലബസിലെയൊക്കെ പൊതുപരീക്ഷകളും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പരീക്ഷ എങ്ങനെ നേരിടണം, ഭയപ്പാടില്ലാതെ എങ്ങനെ പരീക്ഷ എഴുതാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഫേസ് ടു ഫേസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മോടൊപ്പം അതിനായി ചേർന്നിട്ടുള്ളത് പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പാളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ P. ഉണ്ണികൃഷ്ണൻ മാഷാണ്. മാഷെ, സ്വാഗതം. നമസ്കാരം. അപ്പോൾ മാഷിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. എന്താണ് ശരിക്കും ചെയ്യുന്നത്? പ്രിൻസിപ്പളാണ്, അതിനൊപ്പം തന്നെ ഞാൻ 26 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ പ്രിൻസിപ്പലാണ്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് 4-5 വർഷമായി. ഇപ്പോൾ നിലവിൽ ശ്രീകൃഷ്ണപുരത്ത് ഒരു കൗൺസിലിംഗ് സെൻ്ററുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ വിദ്യാർത്ഥികളുടെ പഠന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഫാമിലി കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് എന്നീ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ദീർഘകാലമായിട്ട് കുട്ടികളായിട്ട് ബന്ധമുള്ള ആൾ കൂടി ആണ്. ഈ കാര്യങ്ങളിലൊക്കെ സ്വയം മനസ്സിലാക്കി കുട്ടികളുടെ പോരായ്മകളും പരിമിതികളും ഒക്കെ അറിയുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് മാഷ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ പരീക്ഷാകാലമാണല്ലോ വരുന്നത്, പ്രത്യേകിച്ചും പൊതുപരീക്ഷകൾ അടുത്ത മാസത്തോടെ തുടങ്ങുകയാണ്. ഇപ്പോൾ സെൻട്രൽ സിലബസ് ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും കുട്ടികളൊക്കെ ഇപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിട്ട് ഒരുപാട് പേടി ഉണ്ടാവും, ഭയം ഉണ്ടാവും. കാരണം വലിയൊരു പരീക്ഷയെ ആദ്യമായി അഭിമുഖീകരിക്കുകയാണ്. ഭാവിയിൽ എന്താവണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരീക്ഷ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും. അപ്പോൾ എങ്ങനെ ഈ പരീക്ഷാക്കാലത്തെ കുട്ടികൾ ഒരു ഭയത്തോടെ ആവും ചിലപ്പോൾ കാണുന്നുണ്ടാവുക, ഇല്ലാത്തവരും ഉണ്ടാകാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരീക്ഷാക്കാലത്ത് പൊതുവായി ഒന്ന് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളിൽ കാണുന്നത് ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നത് ചെറിയൊരു തരത്തിലുള്ള പേടി, അത് ഗുണകരമായ കാര്യമാണ്. അപ്പോൾ ഈ പരീക്ഷാ പേടി വളരെ അവരുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള പരീക്ഷാ പേടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് പരിഹാരം കണ്ടെത്തണം. അത് പരീക്ഷാ പേടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് കാരണങ്ങൾ പലതുണ്ട്. ഇപ്പം ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷയാവുന്ന സമയത്ത് അവർ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താത്തതിൻ്റെ പേരിൽ പരീക്ഷാ പേടി ഉണ്ടാവും. ചില വിദ്യാർത്ഥികളിൽ അവരെക്കുറിച്ച് അവർക്ക് തന്നെ സ്വയം മതിപ്പ് ഇല്ലാത്തതിൻ്റെ പേരിലും പരീക്ഷാ പേടി വരും. മറ്റു ചില വിദ്യാർത്ഥികൾ ഈ ആത്മവിശ്വാസക്കുറവ്, നമ്മൾ പറയാറുണ്ടല്ലോ, ആത്മവിശ്വാസക്കുറവ് വരുന്നത് പ്രധാനമായും വേണ്ടത്ര തയ്യാറെടുപ്പില്ലാത്തവർക്ക് വരുന്ന ഒരു കാര്യമാണ്. അതാണ് മറ്റൊരു കാരണം. ഇതിനൊക്കെ പുറമേ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷയെ പേടിയുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അവരൊക്കെ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്, അതായത് എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും താൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ തനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന സംശയങ്ങൾ, ഇതൊക്കെ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ പെർഫെക്ഷനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കും ഈ പരീക്ഷ പേടിയുണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പൊതുവേ അധ്യാപകർ ക്ലാസ്സിൽ പരീക്ഷയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതിനെ ശാസ്ത്രീയമായിക്കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് ഒരു വേണ്ട കൗൺസിലിങ്ങൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രകടനം പൊതുപരീക്ഷയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ ഈ പരീക്ഷ പേടി ഒന്നും അറിയാത്തവർക്കൊരു പേടിയുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ആവറേജ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പേടി സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. അപ്പോൾ പരീക്ഷാ പേടി എന്നുള്ളത് ചെറിയ തോതിലാണെങ്കിൽ നല്ലതാണ്. അത് അവരുടെ പ്രകടനത്തെ വളരെ കാര്യമായി ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം തേടണം. ഇതാണ് പൊതുവായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഇപ്പോൾ ഈ പൊതുപരീക്ഷ വരാൻ പോകുമ്പോൾ കുട്ടികളിലൂടെ സമ്മർദ്ദം കൊടുക്കുക സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയൊരു കാര്യത്തെയാണ് ഇത്. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെയും കൂടി ഒന്നുകൂടി അവർ ഭയപ്പാടാക്കുകയോ അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്കും? യഥാർത്ഥത്തിൽ ഇതിലൊരു കാര്യമുള്ളത്, രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും കുട്ടികളിൽ കൊടുക്കുന്ന അമിതമായ സമ്മർദ്ദം അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അവരുടെ പ്രകടനം നന്നായി ചെയ്യുന്നതിന് പ്രഷർ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന്, അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ
പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് എങ്ങനെ നല്ല സപ്പോർട്ട് കൊടുക്കാം, അവർക്ക് പഠനത്തിന് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ട ചില സപ്പോർട്ടുകളാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും ഈ സമയത്ത് കൊടുക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപരീക്ഷ എന്ന് പറയുമ്പോൾ അതിനെ കാണുന്നത് ഇതാണ് പ്രധാനപ്പെട്ടത്, ഇതിനപ്പുറത്തൊന്നുമില്ല, ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെടും എന്ന തരത്തിലുള്ള ചിലവരോട് നമ്മൾ പറയാറുണ്ട്. അത് ഗുണത്തേക്കാളേറെ ചില വിദ്യാർത്ഥികളുടെ ദോഷമുണ്ടാക്കും. അവരുടെ സ്വാഭാവികമായ നല്ല പ്രകടനത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അവിടെ നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതാണ് ശ്രദ്ധിക്കുന്നത്. ഈ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ സമ്മർദ്ദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് നേടണം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ നേടണം, ആ രീതിക്കൊക്കെ റാങ്ക് ഹോൾഡർ ആവണം, ഈ രീതിക്കുള്ള സമ്മർദ്ദം പലപ്പോഴും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ സാധാരണക്കാരായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ആവറേജ് പഠിക്കുന്ന ആളുകളുണ്ടാവാം, തീരെ പഠിക്കാത്ത ആളുകളുണ്ടാവാം, മാഷയെ സംബന്ധിച്ചിട്ടൊക്കെ. അപ്പോൾ ഇവരൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഇപ്പോൾ വേറെ രീതിക്കായിരിക്കും. എങ്ങനെ നമുക്കിവരെ മൈൻഡ് മനസ്സിലാക്കിയിട്ട് ഇവരെ ഒരു പൊതുപരീക്ഷ വിജയിക്കാൻ കൊണ്ടുവരാൻ സാധിക്കും? അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പൊതുപരീക്ഷയുടെ ഗൗരവം തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ നേരത്തെ തന്നെ മനസ്സിലാക്കിക്കണം. അതായത് ഈ പരീക്ഷയെ സംബന്ധിച്ചിട്ട് ആ സമയത്തുള്ളൊരു പഠനമല്ല ആവശ്യം. അല്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കുട്ടികളെ ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ചിട്ടയോടുകൂടിയുള്ള ഒരു പഠന പ്രക്രിയ ആ കുട്ടികളിൽ നല്ല ശീലം, അതായത് നമ്മൾ സ്റ്റഡി ഹാബിറ്റ്സ് എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പേടികളൊക്കെ ഒഴിവാക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ സ്കൂളുകളിലായാലും ശരി, അല്ലാത്ത സ്കൂളുകളിലായാലും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവസാനത്തെ 1-2 മാസം അവരെ രാത്രി കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കതിരിൽ വളം വയ്ക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അവലംബിക്കാറ്. അപ്പോൾ റിസൾട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് 100% റിസൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പാസ്സാവുന്നൊരവസ്ഥ വന്നാൽ 100%. അതൊരു പക്ഷേ 100-ൽ 35-40 മാർക്ക് വാങ്ങിച്ചാൽ പാസ്. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ പ്രകടനം എത്തിക്കുവാൻ നമ്മൾ നേരത്തെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആകുലതയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പം ഞാൻ പല സ്കൂളുകളിലും കണ്ടിരിക്കുന്നത് നമുക്കറിയാം, 100% റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളെ ഇരുത്തി കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. കാരണം റിസൾട്ട് എന്നുള്ളത് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് ഇങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. അതേസമയം ആ സമയത്ത് ചെയ്യുന്നതിന് പകരം കുറച്ച് നേരത്തെയൊക്കെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സജീവമായിട്ട് നമ്മുടെ അധ്യാപകർ അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് വിദ്യാർത്ഥികളുടെ പ്രകടനം എത്തിക്കാൻ കഴിയും. അവർക്ക് മികച്ച വിജയം കാഴ്ചവെക്കാൻ പറ്റും. എപ്പോൾ തുടങ്ങണം ശരിക്കും ഒരു വിദ്യാർത്ഥി ഒരു പൊതുപരീക്ഷയെ നേരിടുമ്പോൾ? ശരിക്കും അവരെ ഈ SLC ലെവലിലേക്ക് തുടങ്ങുമ്പോൾ തന്നെ ആ തുടക്കം മുതൽ തന്നെ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. അത് നമുക്കറിയാലോ. ഇപ്പോൾ ഈ പുതിയ വിദ്യാഭ്യാസ നയം 2020 വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സ് തൊട്ടിട്ട് 8 വയസ്സ് വരെ. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അടിത്തറ ഇടുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ പല വിദ്യാർത്ഥികളും, ഇപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് ഒരു സ്കൂളിൽ ചെന്ന സമയത്ത് അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, അവർ റെമഡിയൽ കോച്ചിങ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഉയർന്ന ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് പല ആൾക്കാർക്കും എഴുതാൻ അറിയില്ല എന്ന് പറയുന്ന അവസ്ഥ. മറിച്ച് നമ്മൾ ഈ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് അടിത്തറയിടുന്ന. അപ്പോൾ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ അറിയെങ്കിലല്ലേ അവിടെ നിന്ന് നമുക്ക് വാചകങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ മാത്സ് പോലൊരു വിഷയം, അത് ഇതേപോലെ തന്നെ അക്കങ്ങൾ അറിയണം. അത് കഴിഞ്ഞ് അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് അറിയാം. ഇങ്ങനെയൊക്കെ ചിട്ടയോടുകൂടി വരുന്നൊരു വിദ്യാർത്ഥിക്കാണ് മുകളിലെത്തുമ്പോൾ സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരീക്ഷ എന്നുള്ളതിന് അപ്പുറത്ത് ഒരു കുട്ടിയുടെ ഉന്നത വിജയം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അതിന് ആ കുട്ടിയുടെ പഠനം മുതൽ തന്നെ ഒരു നല്ല പഠന ശീലങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അവസാന സമയമാവുന്ന സമയത്ത് ആ കുട്ടിയിൽ സ്ട്രെസ് എന്ന് പറയുന്നത്, ഉത്കണ്ഠ അല്ലെങ്കിൽ ഈ പരീക്ഷാ പേടി എന്ന കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നിഴലായിട്ട് വേണം 8ലെയും 9ലെയും പരീക്ഷകൾ നടത്താൻ എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ മാഷി ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ, ഈ വർഷം ആണ് ഞാൻ കണക്ക് കൂട്ടുക, ഇനി വരാൻ പോകുന്ന കുട്ടികളും കഴിഞ്ഞ വർഷം എഴുതിയവരും അതിലുണ്ടാവാം. കോവിഡ് എന്ന വലിയൊരു ദുരന്തത്തെ നേരിട്ട് സ്കൂൾ അടച്ചിട്ടിട്ട്
മാഷ് പറഞ്ഞ ഈ സമയം, അതായത് ശ്രദ്ധിക്കേണ്ട ഈ സമയത്താണ് അവർക്ക് 1-2 വർഷം ഈ അധ്യയനം നഷ്ടപ്പെട്ട് ഈ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയ കുട്ടികളാണ്. അതായത് കിട്ടേണ്ട സമയത്ത് പ്രാഥമികമായ ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കിട്ടേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ കിട്ടാതെ വന്ന് പിന്നെ 9-10 ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു വിഭാഗം കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളാണ്. ഇവരെ മാഷ് ഇപ്പോൾ ഈ സ്കൂളിലായാലും മറ്റ് സ്കൂളിലായാലും നേരിട്ടുണ്ടാവും. അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കോവിഡിന് ദോഷങ്ങൾ ഒരുപാടുണ്ടായതുപോലെ തന്നെ നമുക്കറിയാം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയും നമുക്കറിയാം ആരോഗ്യ മേഖലയൊക്കെ വളരെ കൂടുതൽ അതിനെ ബാധിച്ചിട്ടുണ്ട്. അതിൽ ഗുണപരമായ മാറ്റങ്ങളുണ്ട് ചിലത്, അല്ലെങ്കിൽ അതേസമയം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അത് വളരെ എന്താ പറയുക, നെഗറ്റീവായിട്ട് ബാധിച്ച അവസരങ്ങളുണ്ട്. കാരണം കുട്ടികളിലെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ഈ മൊബൈലിന് അഡിക്റ്റായി പോയതിൻ്റെ പേരിൽ പഠനത്തെ നന്നായി ബാധിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ അധ്യാപകരുടെ അഭിപ്രായം. അതേസമയം മൊബൈലിന് അതിൻ്റേതായിട്ടുള്ള ഗുണപരമായിട്ടുള്ള വശങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടാത്തതിൻ്റെ ഇപ്പോൾ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന, 1-2 എന്ന് പറയാൻ കഴിയില്ല, ആ കുട്ടികളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഓൺലൈനിലൂടെ ചിലത് കൊടുക്കാൻ കഴിയില്ല. ഒരു കുട്ടിയുടെ ക്ലാസ്സിലെ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയില്ലേ, അത് വളരെ പ്രധാനപ്പെട്ട, കാരണം ആ കുട്ടി അവിടെ നിന്നാണ് ഈ സാമൂഹിക ബന്ധങ്ങൾ പഠിക്കുന്നതിൻ്റെ തുടക്കം. അപ്പോൾ എങ്ങനെ പെരുമാറണം, ഒരു അധ്യാപകനോട് എങ്ങനെ പെരുമാറണം, വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറണം, അപ്പോൾ പഠനത്തെ മാത്രമല്ല പെരുമാറ്റശീലത്തിൽ വരെ വിദ്യാർത്ഥികളെ അത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നതാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. അതേസമയം ഇതിനൊരു പോസിറ്റീവ് സൈഡുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും വിരൽത്തുമ്പൽ, ഇന്ന് വിജ്ഞാനം അവരുടെ വിരൽത്തുമ്പലാണ്. അപ്പോൾ മുൻപത്തേത് പോലെയല്ല. നമുക്കറിയാലോ, ഇന്ന് നമുക്കവർക്ക് ChatGPT, അതെങ്കിൽ മെറ്റ AI, ഇതിലൂടെയൊക്കെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ക്ലാസ്സിലെടുത്തത് എന്തോ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ കൺസെപ്റ്റുകളൊക്കെ അതിലടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ വേർഷൻ അതിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കോവിഡിന് ഇങ്ങനെ 2 വശങ്ങളുണ്ട്. അതിൽ ശ്രദ്ധിക്കാതെ പോയ ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്തെ വിദ്യാർത്ഥികളൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ചില വശങ്ങൾ അത് അവരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അത് സ്വഭാവത്തിലുമുണ്ട്, പഠനത്തിലുണ്ട്, അവരുടെ പെരുമാറ്റത്തിലുണ്ട്, അവരുടെ സാമൂഹിക ബന്ധങ്ങളിലുണ്ട്. അതുമാത്രമല്ല അവരുടെ ഇന്ന് സമൂഹത്തോടുള്ള വീക്ഷണത്തിലുണ്ട്. കാരണം ഈ മൊബൈൽ ഫോൺ അവരെ തളച്ചിട്ടിരിക്കുന്നു കുറേ പേര് എന്നുള്ളതും ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു വശമാണ്. ഈ കുട്ടികളുടെ പഠന സമയം, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. സ്കൂൾ കഴിഞ്ഞ് ചില കുട്ടികൾ എക്സ്ട്രാ ട്യൂഷനൊക്കെ പോകുന്നുണ്ടാവും, എന്നിട്ട് വീട്ടിലും പഠിക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെയുള്ള പരാതികൾ സ്ഥിരം വീട്ടുകളിലുണ്ട്. രാവിലെ നേരത്തെ എണീച്ച് കൊണ്ടുവരും. ഇതൊക്കെ കുട്ടികളെ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്ന് സംബന്ധിച്ചിട്ട് ഇപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിൽ വന്നാൽ പഠിക്കുക എന്ന് മാത്രമേ അവർ പറയേണ്ടാവുള്ളൂ. പ്രായോഗികമായി എങ്ങനെ അവർ പഠിക്കണം എന്നത് എങ്ങനെയാണ് തീരുമാനം എടുക്കുക? ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ആവശ്യമാണ്. കാരണം ഈ വിദ്യാർത്ഥികളുടെ പഠനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ പങ്കാണ്. കാരണം ശരിയായ ഒരു പാരൻറ്റിങ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെയാണ് ഇതിനർത്ഥം. കാരണം ഒരു വിദ്യാർത്ഥിയെ നമ്മൾ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നതിന്, അവരുടെ വ്യക്തിത്വ വികാസത്തിന്, അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, അവരുടെ നല്ല ശീലങ്ങൾക്കും നല്ല സ്വഭാവങ്ങൾക്കുമൊക്കെ അടിസ്ഥാനപരമായിട്ട് ആ വീട്ടിൽ എന്താണോ രക്ഷിതാക്കൾ അവർക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നമുക്കറിയാം, കുട്ടിയുടെ മാതാവ് പിതാവ് ഒന്നുമില്ലെങ്കിൽ ഇവർ ജോലിക്കാരാവും, അതല്ലെങ്കിൽ മാതാവ് വീട്ടിലുണ്ട്, പിതാവ് വിദേശത്താവുന്ന അവസ്ഥ. അപ്പോൾ ഇവരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്നതായിട്ടുള്ള സന്ദേശങ്ങളെന്ന് പറയുന്നത് ഈ കുട്ടിക്ക് വളരുന്നതിന് ആവശ്യമായതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് വീട്ടിൽ നിന്നുള്ള പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം, ആവർത്തിച്ച് പഠിക്കുന്നതെന്തോ അതാണ് അവരുടെ തലച്ചോറിൽ നിലനിൽക്കുക. അപ്പോൾ ഈ ആവർത്തനം എന്നുള്ളതില്ല. ഇന്ന് കുട്ടികൾ ഒരു തവണ വായിച്ചാൽ അവിടെ നിർത്തുന്നു, ആവർത്തിച്ച് എഴുതുന്ന രീതിയില്ല. ഇതാണ്
ഇന്നത്തെ ഈ കുട്ടികളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ പ്രകടനം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. സ്കൂളുകളിലെ അതിനോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളുടെ പങ്ക് എന്താണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എല്ലാ രക്ഷിതാക്കളുടെയും അല്ല ഉദ്ദേശം. ചെറിയൊരു ശതമാനം രക്ഷിതാക്കൾ അമിതമായി അതിലിടപെടുന്നു, അതും ദോഷമാണ്. എന്നാൽ നല്ല ഒരു ശതമാനം രക്ഷിതാക്കൾ വേണ്ട രൂപത്തിൽ അതിൻ്റെ മിനിമം രൂപത്തിൽ പോലും അതിലിടപെടുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇതാണ് അതിലൊരു വിലയിരുത്തലുണ്ട്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ നമുക്കൊരു പരീക്ഷ പാസ്സാവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പഠനം കൊണ്ട് ലക്ഷ്യം ഉണ്ടായിരുന്നത്. ശരിക്കും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമാണോ പഠനം വേണ്ടത്, അതോ പൊതുവായി പഠനത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു കടമ്പയാണോ ഈ പരീക്ഷ? ഈ പരീക്ഷയ്ക്കുള്ള പഠനവും അല്ലാത്ത പഠനവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കറിയാം, പൊതുപരീക്ഷ എന്നുള്ളതിനപ്പുറത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം അല്ലാതെ ക്ലാസ് റൂമിൽ നടക്കുന്ന പഠനം എന്ന് പറയുമ്പോൾ കുട്ടികൾ എല്ലാ വിഷയങ്ങളും വളരെ അവഗാഹത്തോടു കൂടിയിട്ട് മനസ്സിലാക്കി അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ദൈനംദിനമായിട്ട് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം. അങ്ങനെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യമില്ല. ആ കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നതിനും പഠിച്ച കാര്യങ്ങൾ എഴുതുന്നതിനും ആ കുട്ടിക്ക് കഴിയുന്ന ഒരവസ്ഥ വന്നാൽ അതാണ് ശരിയായ പഠനം എന്ന് പറയുന്നത്. അതേസമയം പരീക്ഷയ്ക്കുള്ള പഠനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും പൊതുപരീക്ഷ എടുക്കുമ്പോൾ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞ് കുറച്ച് സമയം അവർക്ക് കിട്ടുന്നു. ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് പഠിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ വരുന്നു. അപ്പോൾ കുറഞ്ഞ സമയവും കൂടുതൽ വിഷയങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അവരുടെ പഠിച്ചെത്തുക എന്നുള്ളത് വ്യത്യാസമുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ഒരു 3 കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, അവരുടെ യഥാർത്ഥ സിലബസ് എന്താണെന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത് അറിയേണ്ടത് അവരുടെ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മാതൃകയെക്കുറിച്ച് കൃത്യമായി കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. പല കുട്ടികളും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതുമാത്രമല്ല, പിന്നീട് പരീക്ഷയ്ക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ മാതൃകാ ചോദ്യ പേപ്പർ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഒരു മാതൃകാ പരീക്ഷ, മോഡൽ പരീക്ഷ നടത്തും. ഈ പരീക്ഷ നടത്തുന്നതിലൊരു ഉദ്ദേശമുണ്ട്. ആ പിന്നാക്കം നിൽക്കുന്ന കുട്ടിയെ വരെ അവർക്കൊരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പൊതുപരീക്ഷയെ നേരിടാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കണം ഏറ്റവും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കേണ്ടത്. അങ്ങനെ ചെയ്യിക്കുന്ന പക്ഷം ആ കുട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും, നല്ല മാർക്ക് പൊതുപരീക്ഷയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ പഠനവും പരീക്ഷയ്ക്കുള്ള പഠനവും തമ്മിൽ ഇങ്ങനെ വ്യത്യാസമുണ്ട്. കാരണം ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതണം, എന്തെഴുതണം, എങ്ങനെ എഴുതണം, എത്ര കണ്ട് എഴുതണം, അതിൽ നമ്മൾ വാല്യൂ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തണം. ഇപ്പോൾ മിക്ക പരീക്ഷാ സമ്പ്രദായങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഉത്തരം എഴുതുന്ന അവർക്കറിയുന്നത് എഴുതി വെക്കുക എന്നുള്ളതിനപ്പുറത്ത് ചോദ്യത്തിന് എങ്ങനെ ഉത്തരം എഴുതണം എന്ന് അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ എനിക്കറിയുന്നത് എഴുതി വയ്ക്കുക, അതിനപ്പുറത്ത് ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതും പരിശീലിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ വാല്യുവേഷൻ ക്യാമ്പിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. കാരണം ഓരോ ചോദ്യത്തിൻ്റെ വാക്കിനും അതിനർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ WH ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്, എന്ത്, വൈ, അല്ലെങ്കിൽ വാട്ട്, വെൻ, വിച്ച്, വേർ, ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ചോദ്യം, ആ ചോദ്യവാക്കിന് തന്നെ പ്രസക്തി. പിന്നെ താരതമ്യം ചെയ്യുക, ഇപ്പോൾ കമ്പയർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. ഒരു മുൻപത്തെ പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ പരീക്ഷകളൊക്കെ കുറച്ചുകൂടി വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ മത്സര പരീക്ഷകളായിട്ടുള്ള നീറ്റ് പോലെയുള്ള JEE പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ അവരെ ഒരുക്കുന്നതിന് അനുസരിച്ച് കൊണ്ടാണ് ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷയുടെ മാതൃക. അപ്പോൾ അവരുടെ അറിവ് പരിശോധിക്കുന്നതിനൊപ്പം അവർ എത്ര കണ്ട് അവർക്ക് ചിന്തിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രതികരിക്കാൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആവില്ല, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഫ്രീ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ ഒരാളുടെ ഉത്തരവും മറ്റൊരാളുടെ ഉത്തരവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും.
വെറും അറിവ് മാത്രം പകർത്തി വെക്കുന്നതിനുള്ള ഒരു വേദിയല്ല പരീക്ഷ. അത് പുസ്തകത്തിനപ്പുറമുള്ള ചില കാഴ്ചപ്പാടുകളും പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിന് നമ്മൾ പറയുന്ന സമയത്ത് ഇന്നിപ്പോൾ കോമ്പിറ്റൻസീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നൈപുണ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ മുൻകാലങ്ങളിൽ പരീക്ഷ എന്ന് പറയുന്നത് നമുക്കതിനെ നോളജ് ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ, സ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിങ്ങനെ 4 തന്നെ. ഇന്ന് അതിനപ്പുറത്ത് നീറ്റ് പരീക്ഷ പോലെ അല്ലെങ്കിൽ മത്സര പരീക്ഷ പോലെയുള്ള അതിന് കുട്ടികളെ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മുൻകാലത്ത് നമ്മൾ കാണുന്നത് വളരെ ഈസി ആയിട്ടാണ്. അതങ്ങനെയല്ല. സിവിൽ സർവീസ് പോലുള്ള പരീക്ഷയ്ക്ക് പോലും ഇന്ന് അത്തരം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഒരുപാട് സമയം കുട്ടി അതിൻ്റെ പിന്നിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കഴിയൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ന് പരീക്ഷാ സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെ പോയാൽ അധ്യാപകരായാലും ശരി, പിന്നെ ഈ വിദ്യാഭ്യാസ മേഖല രക്ഷിതാക്കളായാലും ശരി, വിദ്യാർത്ഥികളായാലും ശരി, അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ നാളത്തെ വരുന്ന പരീക്ഷകൾക്ക് ഇവരുടെ പ്രകടനം മോശമാണ്. അത് നമുക്കറിയാലോ, കേരളത്തിലെ സാക്ഷരതയിൽ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്കെതിരെ വരുന്ന ഒരു പ്രധാന വിമർശനം അതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോഴും കുട്ടികളിൽ ഇത്തരം സ്കില്ലുകൾ നമുക്ക് വളർത്താൻ കഴിയുന്നില്ല എന്നൊരു വിമർശനമുണ്ട് എന്നുള്ളതും സത്യമാണല്ലോ. അതാണ് അതിനെ സംബന്ധിച്ച് പറയാം. ഇപ്പോൾ ചില കുട്ടികൾ നമുക്കറിയാം നല്ല പഠിക്കും, ക്ലാസ്സിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, നമ്മളെന്തെങ്കിലും ടെസ്റ്റ് നടത്തുമ്പോഴൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ പൊതുപരീക്ഷയുടെ ഒരു പേടി, അവിടെ പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ്? അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുമ്പോൾ ഉത്തരം അറിയാം, പക്ഷേ ഈ ഒരു ആത്മവിശ്വാസ കുറവിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് ശരിയാണോ ശരിയല്ലേ എന്നുള്ള മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരവസ്ഥ. പിന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ പുറകിലാണ്, എൻ്റെ പെർഫോമൻസ് മോശമാവും, ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ അവരെ പുറകോട്ട് വലിക്കുന്ന ചില ഘടകങ്ങളാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ആത്മവിശ്വാസ കുറവ് ഒരു ഭാഗത്ത് വരുന്നുണ്ട്, അറിവില്ലായ്മ വരുന്നുണ്ട്. ഇതൊക്കെ കാരണം നമ്മൾ അതിന് പറയുമ്പോൾ കുട്ടിക്ക് പൊട്ടൻഷ്യലുണ്ട്, കഴിവുണ്ട്, പക്ഷേ കുട്ടിയുടെ പ്രകടനം, പെർഫോമൻസ് അത് പിന്നിലേക്ക് നിൽക്കും. പൊട്ടൻഷ്യൽ പെർഫോമൻസ് ഡിസ്ക്രിപ്പൻസി എന്നാണ് ഇപ്പോൾ നമ്മളതിന് പൊതുവേ പറയുന്ന ഒരു കാര്യം. അത് നമുക്കറിയാം. അപ്പം അങ്ങനെ വരുന്ന പലപ്പോഴും അധ്യാപകർക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാവാറുണ്ട്. അധ്യാപകർ പറയും, ആ കുട്ടി എന്ത് ചോദിച്ചാലും ക്ലാസ്സിൽ ഉത്തരം ആദ്യം വിളിച്ച് പറയുന്ന കുട്ടിയാണ്. രക്ഷിതാവിനോട് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടി വീട്ടിൽ എല്ലാ സമയവും ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ അതേസമയം ഇത്തരത്തിലുള്ളൊരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന തലത്തിലേക്ക്, ആ ഒരു രീതിയിലേക്ക് കുട്ടിയുടെ പ്രകടനം എത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇതാണ് അതിന് കാരണം. അപ്പോൾ അത് നമുക്ക് കുട്ടികളെ കൊണ്ട് കൂടുതൽ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുള്ളൂ. അതാണ് പരിശീലന പരീക്ഷകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് എക്സാമിനേഷൻസ് എന്ന്. ഇപ്പോൾ മോഡൽ എക്സാമിനേഷൻ എന്ന് ഒന്നല്ലേ നടത്തുള്ളൂ. അതിന് നമ്മളൊക്കെ എൻ്റെ മുന്നിൽ വരുന്ന പല കുട്ടികളും നമ്മൾ അവരോട് നിർദ്ദേശിക്കുന്നൊരു ഘടകമുണ്ട്. അവർക്ക് പല കുട്ടികൾക്കും നാളെ ഇപ്പോൾ 10 മണിക്ക് പരീക്ഷ തുടങ്ങുന്നെങ്കിൽ ഇന്ന് 10 മണിക്ക് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ ഇന്നിരുന്ന് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആ പരീക്ഷ ഒന്ന് എഴുതി നോക്കിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പരീക്ഷയ്ക്ക് എഴുതുന്നതിൻ്റെ സ്പീഡ് എന്താണ്, എത്ര കണ്ട് എഴുതാൻ പറ്റും എന്നൊക്കെ അറിയുന്ന സമയത്ത് അതിനനുസരിച്ച് കൊണ്ട് ഉത്തരങ്ങളുടെ വലുപ്പം പ്ലാൻ ചെയ്യാനും, അല്ലെങ്കിൽ എനിക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് എൻ്റെ ഒഴുക്ക് എന്താണ്, എനിക്ക് ഓർമ്മയിൽ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ തീർച്ചയായിട്ടും നല്ല പ്രകടനം കാഴ്ചവെക്കും. ഇതാണ് അതിനുള്ള ഒരു പരിഹാരം നമുക്ക് പറയാനുള്ളത്. ഈ കമ്പാരിറ്റീവ് പഠനം, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ മറ്റേ കുട്ടികൾ നല്ല പഠിക്കുന്നുണ്ട്, ഈ കുട്ടിയോ അതുപോലെ പഠിക്കണം, ചിലപ്പോൾ രക്ഷിതാക്കളും ആഗ്രഹിക്കുക, ആ കുട്ടിക്കും ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ മത്സരിച്ച് പഠിക്കുക എന്നുള്ളൊരു സംവിധാനം പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ട് ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കുട്ടികളെ ബാധിക്കുന്നത്? ഈ നമ്മൾ ഈ താരതമ്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള താരതമ്യമല്ല പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഒരാളെ കണ്ടുപഠിക്കാൻ ഒരു അധ്യാപികയോ അതല്ലെങ്കിൽ വീട്ടിലെ രക്ഷിതാവോ പറയുന്നത് ശരിയല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കുട്ടിയുടെയും കഴിവ് എന്ന് പറയുന്നത്, ഓരോ കുട്ടിയും യുണീക്ക് എന്ന് പറയും, തനതായ ഗുണങ്ങളുള്ള കുട്ടിയാണ്. കാരണം ആ കുട്ടിയുടെ നമുക്ക് എന്ന് പറയുന്ന സമയത്ത് മനഃശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ഈ കുട്ടിയുടെ
ഗർഭപാത്രത്തിൽ ആ കുട്ടി വന്ന് അത് കഴിഞ്ഞ് ആ കുട്ടി ഈ ലോകത്തെത്തി. അവിടെ നിന്ന് പതുക്കെ 3 വയസ്സ് വരെ, അത് കഴിഞ്ഞ് 6 വയസ്സ് വരെ, അങ്ങനെ ആ കുട്ടി വളർന്നു വരുന്ന സമയത്തൊക്കെ ആ കുട്ടിക്കുണ്ടായ അല്ലെങ്കിൽ ആ അനുഭവങ്ങളൊക്കെ ഈ പഠനത്തിൽ പ്രതിഫലിക്കും. ഇപ്പോൾ ചെറിയ കുട്ടിയാവുന്ന സമയത്തുണ്ടായിരുന്ന അസുഖങ്ങൾ, അത് പല അസുഖങ്ങൾക്കും മരുന്ന് കഴിച്ചത്, ഇനി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അമ്മ ഉപയോഗിച്ച മരുന്നുകൾ, ഇതൊക്കെ ഈ കുട്ടിയുടെ പഠനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണമാവാം. പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ താരതമ്യം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന അബദ്ധമായൊരു കാര്യമാണ്. താരതമ്യം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നത് ഈ കുട്ടിക്ക് അതിലൊരു ആരോഗ്യകരമായ മത്സരത്തിന് പകരം ആ കുട്ടിക്ക് തിരിച്ച് ഒരു കാര്യമാണ് നടക്കുന്നത്, അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യം. മറിച്ച് ഓരോ കുട്ടിയുടെയും കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ അധ്യാപകനും രക്ഷിതാവിനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. ആ കുട്ടിയെ നന്നായി മോട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുള്ളത്, കുട്ടികൾ പരീക്ഷാ ഹാളിൽ എത്തുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറ്, കാരണം ഇന്ന് കുട്ടികൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ചോദ്യ നമ്പർ ഇടും, പിന്നെ അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ കൊണ്ടെഴുതും. അതുപോലെ മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് വർക്കിംഗ് കോഡൊക്കെ കൃത്യമായിട്ട് ചെയ്യും, അതിലെ ആൻസർ ഇങ്ങോട്ട് എഴുതുമ്പോൾ തെറ്റിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ചില ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് മിക്ക വിദ്യാഭ്യാസ ബോർഡുകളും അവരുടെ നേരത്തെ പറഞ്ഞ പരീക്ഷാ പേടി കുറയ്ക്കുന്നതിന്, സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് പരീക്ഷയുടെ ആദ്യത്തെ 15 മിനിറ്റ് സമയം കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂൾ ഓഫ് ടൈം എങ്ങനെയാണ് വിദ്യാർത്ഥി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കൃത്യമായി അധ്യാപകർ അവർക്ക് പരിശീലനം കൊടുക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അത് കൂളാവുന്നതിനുള്ള സമയമാണ്. അപ്പോൾ ആ ചോദ്യപേപ്പർ വായിച്ച് 1 or 2 ചോദ്യങ്ങൾ ഒരു പക്ഷേ വിഷമമുള്ളതുണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുന്നത് അവസാനത്തേക്ക് മാറ്റിവെച്ച് അവരെ വളരെ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് പരീക്ഷയെ സമീപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് വിദ്യാഭ്യാസ ബോർഡുകളെല്ലാം ചെയ്യുന്നത്. അതിപ്പോൾ ദേശീയ തലത്തിലുള്ള ബോർഡുകളായാലും ശരി, സംസ്ഥാന തലത്തിലുള്ള ബോർഡുകളായാലും ശരി, ഈ കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ 3 മണിക്കൂർ പരീക്ഷയുടെ ആ ചോദ്യപേപ്പറിന് 15 മിനിറ്റ് വായിക്കാൻ കൊടുക്കുമ്പോൾ കൃത്യമായി ഒരു ഉത്തരം എഴുതേണ്ടതിനുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 15 മിനിറ്റ് അവർക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആ 15 മിനിറ്റിലെ കുട്ടികൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടോ ഒക്കെ അവർക്ക് കൂൾ ഓഫ് ആവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. വളരെ ദുർലഭം ചില കുട്ടികൾക്ക് ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നേരെ വിപരീത ഫലവും ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവരിലെ അധ്യാപകർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകി ആ കുട്ടിയെ ആത്മവിശ്വാസം ഉള്ള കുട്ടിയാക്കി മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ബോർഡുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പരീക്ഷ വലിയൊരു കടമ തന്നെയാണ്, പൊതുപരീക്ഷ എന്ന് പറയും. എന്നാലും ഇതിൽ പരാജയപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ ഇത്തരം പരാജയപ്പെട്ടവരും അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്നവരോടും ഏത് രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ, അവർ നിരാശരാകേണ്ടതുണ്ടോ? ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് കരുതിയിട്ടാണോ ഇതിനെ നേരിടേണ്ടത്? അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ പഠിച്ചവർ മാത്രമൊന്നുമല്ല ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. SLC പാസ്സാവാത്ത എത്രയോ ആളുകളെന്ന് എത്രയോ ഹൈറ്റ്സിൽ അല്ലെങ്കിൽ പല മേഖലകളിൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ആ രീതിക്ക് പരീക്ഷയെ നേരിടേണ്ട ആവശ്യമുണ്ടോ? പഠനം അത്യാവശ്യം തന്നെയാണ്, എങ്കിൽ കൂടി ഇതിനെ രണ്ടും എങ്ങനെ നമുക്ക് സംയോജിപ്പിച്ച് പറയാം? ഇവിടെ നമ്മൾ വളരെ കൃത്യമായ ഒരു നയം ആവശ്യമാണ്. കാരണം നമ്മുടെ കുട്ടിയുടെ പ്രകടനം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ പരീക്ഷയുടെ റിസൾട്ട് ഏറ്റവും അവസാനം അല്ലെങ്കിൽ അതാണ് അവസാനം എന്ന് പറയാതെ ഒരു ചെറിയ പരാജയങ്ങളൊക്കെ തന്നെ മുൻകാലത്ത് നമ്മൾ പറയുന്നത് പോലെ വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പരാജയമൊക്കെ രുചിച്ചറിയുന്നതിന് അതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ മുന്നിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വളരെ പ്രശസ്തരായ, ലോക പ്രശസ്തരായ പല ആൾക്കാരും സ്കൂളിൽ നിന്ന്, ബിൽ ഗേറ്റ്സിനെ പോലുള്ള വ്യക്തികൾ, തോമസ് ആൽവ എഡിസൺ, നമുക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവരൊക്കെ തന്നെ സ്കൂളിലെ അവരുടെ പെർഫോമൻസ് ഏറ്റവും മികച്ചതായിരുന്നില്ല. പലവരും ഇടയ്ക്ക് സ്കൂൾ ഉപേക്ഷിച്ച് പുറത്ത് വന്ന് ജീവിതത്തിലെ ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചവരാണ്. അപ്പോൾ ഈ പഠനത്തിലെ ആ മികവിന് അപ്പുറത്ത്
ജീവിത വിജയത്തിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കണം. അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളെ ഒരു കുട്ടി പരാജയപ്പെട്ടാലും ലോകത്ത് ഒരിടത്തും ഒരു പരീക്ഷയ്ക്ക് തോറ്റതിൻ്റെ പേരിൽ ആ കുട്ടിയെ അതൊരു വലിയ കുറ്റമായിട്ട് അതിന് വലിയ ശിക്ഷ നൽകുന്ന അവസ്ഥ ഒന്നും തന്നെ ഏത് നിയമത്തിലുമില്ല. പക്ഷേ കുട്ടികൾക്ക് അത്തരത്തിലുള്ളൊരു സന്ദേശം പോകരുത്. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നം. ഇപ്പോൾ നമുക്കറിയാം, റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഒത്തിരി വിദ്യാർത്ഥികളെ ചില വിദ്യാർത്ഥികളൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ. കാരണം രക്ഷിതാക്കൾ കൊടുത്ത സ്ട്രെസ്സ് അല്ലെങ്കിൽ പ്രഷർ, അതുപോലെ തന്നെ അധ്യാപകർ കൊടുത്തത് അവിടേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. വിജയം കൈവരിച്ചിട്ടും ആ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ആ കുട്ടികളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബോധ്യം കുട്ടികളിൽ വളർത്തിയെടുക്കണം. തുടക്കം എന്ന് പറഞ്ഞാൽ തോറ്റാൽ പ്രശ്നമില്ല എന്നല്ല, മറിച്ച് അത്തരം പ്രതിസന്ധികളെ നേരിടാനും കൂടി കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. മാനസികമായി അവരെ അതിനും തയ്യാറാക്കേണ്ടത് അധ്യാപകരുടെ. പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ രീതിക്ക് അവരെ പരീക്ഷ എഴുതിക്കാൻ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത്. യെസ്, അതാണ് അതിൻ്റെ ശരി. ഏറ്റവും നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പേടി കൂടാതെ അല്ലെങ്കിൽ വലിയ ഉത്കണ്ഠയൊന്നുമില്ലാതെ അത്തരം കുട്ടികൾ പരീക്ഷയെ സമീപിക്കുമ്പോൾ അവരുടെ പ്രകടനം വളരെ മികച്ചതാവും. മുൻകാലങ്ങളിലൊക്കെ പരീക്ഷയെ സമീപിച്ചിരുന്ന അത്തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ആ തരത്തിലായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട മാർക്കാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന സന്ദേശം കൊടുക്കരുത്. മറിച്ച് ജീവിത വിജയത്തിന് അതിനപ്പുറത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന്, അവരുടേതായ മറ്റ് കഴിവുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന സന്ദേശമാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എന്തായാലും പരീക്ഷ നടക്കാൻ പോവുകയാണ്. പൊതുവായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്, കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് പേടി വേണോ വേണ്ടയോ എന്നാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത്. എന്താണ് മാഷ് പൊതുവായിട്ടൊന്ന് പറയണം? ഞാൻ പറയുന്ന സമയത്ത് ചെറിയ പേടി നല്ലതാണ്. അത് പ്രകടനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പേടി ഉണ്ടെങ്കിൽ തീർച്ചയായും ശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ നിന്ന് അവലംബിക്കാവുന്നതാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കൗൺസിലിംഗ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് നൽകാവുന്നതാണ്. അതിനപ്പുറത്ത് കുട്ടികളെ നമുക്ക് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നതായിട്ടുള്ള മൊബൈൽ പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ഈ സമയത്ത് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരമായിക്കൊണ്ട് അവർ പല വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് കറങ്ങി നടക്കുന്ന രീതി, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കൃത്യമായ ഒരു ടൈം മാനേജ്മെൻറ്റ് അത് കുട്ടികൾ അവലംബിക്കണം. കാരണം ഒരു ദിവസം പരീക്ഷയ്ക്ക് സ്റ്റഡി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ, ചില വിദ്യാർത്ഥികളത് 12 മണിക്കൂർ വരേക്കും പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയക്രമം കൃത്യമായി പാലിച്ച് അവർ സമയക്രമം പാലിക്കണം. അതുമാത്രമല്ല ഭക്ഷണക്രമം അവർ പാലിക്കേണ്ടതുണ്ട്. ഈ ജങ്ക് ഫുഡ്, അതുപോലെ ഓയിലി ഫുഡ്, ഇതൊന്നും തന്നെ ആ സമയത്ത് കഴിച്ച് വയർ അപ്സെറ്റ് ആവാൻ പാടില്ല. ധാരാളം വെള്ളം കുടിക്കണം. കാരണം പല കുട്ടികളും ശ്രദ്ധിക്കാത്ത നമുക്കറിയാം, പെൺകുട്ടികൾ വരെ ഇന്ന് പലതരത്തിലുള്ള അസുഖങ്ങളിൽ പോയി പെടുന്നുണ്ട്. പരീക്ഷാക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ പ്രവർത്തിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ വേണ്ട ആ അറിവുകളൊക്കെ നൽകി അവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പരീക്ഷയെ നേരിടുകയാണ് വേണ്ടത്. അതുമാത്രമല്ല പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും, പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും, സമയം എങ്ങനെ കൃത്യമായി പരീക്ഷാ ഹാളിൽ എങ്ങനെ ഉപയോഗിക്കണമെന്നും, പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് കിട്ടിയ പഠനത്തിന് കിട്ടിയ സമയം ഏത് തരത്തിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കണമെന്നും ഒക്കെയുള്ള ചില തിരിച്ചറിവുകൾ അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ വളരെ ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അത് ഒഴിവാക്കി അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവരും ആത്മവിശ്വാസമുള്ള ആൾക്കാരായി മാറട്ടെ. എല്ലാവർക്കും നന്നായിട്ട് ഈ വരുന്ന പൊതുപരീക്ഷ എഴുതാൻ കഴിയുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ഇന്ന് ശാസ്ത്രീയ മാർഗ്ഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചു. ആ രീതിയിലും അവർക്ക് അങ്ങനെ നല്ല പ്രയാസമുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ അവലംബിക്കാവുന്നതാണ്. എല്ലാ പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തായാലും ആത്മവിശ്വാസത്തോടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷകൾ നേരിടാൻ കഴിയട്ടെ. അതിന് ഈ ചർച്ച ഉപകാരപ്പെടട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നമ്മോടൊപ്പം സംസാരിച്ചത് പി ഉണ്ണികൃഷ്ണൻ മാഷാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു.